മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം തയ്യാറാക്കാം. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന അരിപ്പൊടി നമ്മൾ പാലപ്പവും അല്ലെങ്കിൽ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന അതേ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ പൊടി ഇതിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇത് ഒന്നുകൂടെ കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 മീഡിയം സൈസ് പൊട്ടറ്റോ വേവിച്ച് ഉടച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ടൊന്ന് മുറിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോയ്ക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ പ്ലേറ്റിലേക്ക് ഒരല്പം ഓയിൽ പുരട്ടി കൊടുക്കാം. നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഈ പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. കുറച്ച് കനത്തിൽ തന്നെ പരത്തിയാൽ മതി. ഞാനിപ്പോൾ ഇത് പരത്തി എടുത്തിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിലാണ് ഞാനിത് പരത്തി എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാനിത് ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. ഞാനിതിവിടെ 8 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തപ്പോൾ അതിൻ്റെ സൈഡിലെ ഷേപ്പ് ഒന്ന് കറക്റ്റ് ആയിട്ടില്ല. അതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഓരോ പീസും എടുത്ത് ഇതുപോലെ ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് നമുക്കിത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ ഇത് മുങ്ങിക്കിടക്കുന്ന വിധത്തിലുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മുങ്ങി നിൽക്കുന്ന വിധത്തിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് ഒരു വശമായി കഴിയുമ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ വശം കൂടി നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് പോലെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള പൊട്ടറ്റോ നമ്മൾ കുക്ക് ചെയ്തതായിരുന്നു. പിന്നെ റൈസ് പൗഡർ ആണെങ്കിൽ നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് വാട്ടിക്കുഴച്ചാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇത് വെച്ചിട്ടുള്ളത്. ആദ്യം നമ്മളിതിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഓരോന്നും ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം തീ കുറച്ച് വെച്ചിട്ട് വേണം
ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നമ്മളിട്ട് ഒരു സെറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് എണ്ണ കുടിക്കുകയൊന്നുമില്ല. അപ്പം നമ്മളിതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു 4 മണി പലഹാരമാണ്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്. പൊട്ടറ്റോയും റൈസ് പൗഡറും പിന്നെ നമ്മൾ അതിലും കൂടെ സവാളയും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതുപോലെ ഒരു റെസിപ്പി നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. അല്പം ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇത് കഴിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമാകും. ഒരുപാട് ഓയിലൊന്നും നമ്മൾ ചേർക്കാത്തതുകൊണ്ട് തന്നെ ഹെൽത്തിയുമായിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.